ഗൈസ്, വ്യാജ വാർത്തകളെ കുറിച്ചുള്ള ഒരു അവബോധമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ആരും വ്യാജ വാർത്തകൾ വിശ്വസിക്കുകയോ അതിൽ വീഴുകയോ ചെയ്യരുത്. നാട്ടിൽ പലരും പലതരം വ്യാജ വാർത്തകൾ ഇറക്കുകയോ അല്ലെങ്കിൽ ചെറിയ വാർത്തകളെ വലുതാക്കി കാണിക്കുകയൊക്കെ ചെയ്യും. ഇതൊന്നും ആരും നമ്പരുത്. ഉദാഹരണം, ശശി തരൂരിന്റെ PA സ്വർണം കടത്തി പോലും. ഇതിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ അവസാനം ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുള്ളിയുടെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അറസ്റ്റിലായ ശിവകുമാർ പ്രസാദ് എന്ന വ്യക്തി 72 വയസ്സ് പ്രായമുള്ള സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. പോരാഞ്ഞിട്ട് 2 കിഡ്നിക്കും അസുഖം ബാധിച്ച ഒരു വന്ധ്യവയോധികൻ. പതിവായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഇയാളിനെ മാനസിക പരിഗണനയുടെ പേരിൽ മാത്രമാണ് ശശി തരൂർ ജോലിയിൽ നിലനിർത്തിയിരിക്കുന്നത് പോലും. പുള്ളിയുടെ ആ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ അരമണിക്കൂർ ഇരുന്ന് കരഞ്ഞ്. അറിയാതെ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു. ഒരു പാവം പിടിച്ച കിഡ്നിക്ക് വയ്യാത്ത മനുഷ്യൻ ചിലപ്പോൾ വിദേശത്തുള്ള കൂട്ടുകാരൻ വീട്ടിലോട്ട് അച്ചാർ കൊടുക്കുമ്പോൾ കുറച്ച് സ്വർണം കൊടുത്തു വിട്ടതാണെങ്കിലോ. ക്രൂരമായ ലോകം തന്നെ നിങ്ങളത്. മാത്രമല്ല, ഈ വിഷയത്തിൽ പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശശി തരൂരിന്റെ PA അല്ലേ സ്വർണം കടത്തിയത്, അല്ലാതെ ശശി തരൂർ അല്ലല്ലോ. ഇതെന്തൊരു കഷ്ടമാണിത്. ഒരാൾ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞ് ശശി തരൂരിനെയൊക്കെ അജയ് ഈ KC വേണുഗോപാൽ, MM ഹസൻ എന്നിവരൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അയാളെ PA ആണോ അയാൾ ഈ പുള്ളിയുമായിട്ട് ബന്ധം അതെനിക്കറിയില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ചേ പറയാൻ പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിക്കാം, ഞങ്ങൾ അന്വേഷിക്കാം. എന്നിട്ടേ ഒരു അഭിപ്രായം പറയാൻ പറ്റും. അതെ അദ്ദേഹത്തിൻ്റെ ഞാൻ ഏതായാലും ഞാനും ഞെട്ടേണ്ടതാണല്ലോ. ഞാനും ഞെട്ടിയിരിക്കുന്നു. അല്ലാതെ എനിക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ചിട്ടല്ലേ പറയാം. അദ്ദേഹം ഞെട്ടുമ്പോൾ ഞാനും ഞെട്ടണമല്ലോ. ഞങ്ങളൊരേ പാർട്ടിക്കാരല്ലേ. സംഭവം ഞാൻ പറഞ്ഞുതരാം. എയർട്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ശിവകുമാർ സ്വർണം കടത്തിയത് എന്നാണ് വാർത്ത. ഇത് MP-മാർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജിന്റെ കാർഡാണ്. സംഭവം അത് മേശപ്പുറത്ത് വെച്ചിട്ട് ശശി തരൂർ ധർമ്മശാലയിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോയി. ടിക്കറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ശിവകുമാർ അതെടുത്തോണ്ട് പോയിട്ട് വരണ വഴിക്ക് ഒറ്റപ്പാലത്തുള്ള അമ്മായിക്ക് കൊടുക്കാൻ വേണ്ടി ശിവകുമാറിന്റെ അമേരിക്കയിലുള്ള കൂട്ടുകാരൻ കുറച്ച് സ്വർണം കൊടുത്തു വിട്ടു. അത് തൂക്കിയിട്ട് ഇവിടെ കിടന്ന് ഒടുക്കത്ത വ്യാജ വാർത്തകളും. ഇങ്ങനത്തെ എന്തെങ്കിലും ആഗോള വിഷയമായിരുന്നെങ്കിൽ ആ കോൺഗ്രസ് നേതാക്കളൊക്കെ ചോര എപ്പോഴേ തിളച്ചനെ. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള ആള് സ്വർണം കടത്തിയ മുഖ്യമന്ത്രി കടത്തും പോലെയാണെന്ന് അവരൊക്കെ മാറി മാറി ഓടി നടന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പഴയ ഡിപ്ലോമാറ്റിക് ബാഗേജ് വിഷയത്തിൽ വളരെ പൗരബോധവും സാമൂഹിക ഉത്തരവാദിത്വവും ഉള്ളവരായി അവർ മന്ത്രിസഭ മുഴുവൻ പിരിച്ചുവിടണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. ഇതിപ്പോ PA അല്ലേ, അത് കിഡ്നിക്ക് വയ്യാത്ത ആൾ പോട്ട് പാവം. സത്യം മാത്രം സ്ഥിരം പറയുന്ന പല പത്രങ്ങളും വാർത്താ ചാനലുകളും ഇതൊന്നും വാർത്ത പോലും ആക്കിയിട്ടില്ല. മനോരമയുടെ അകത്തെ പേജിൽ ഒരു മൂലയ്ക്കൊരു വാർത്ത കണ്ടു, മറ്റേ തെക്കേടത്തമ്മ പുരസ്കാരത്തിൻ്റെയൊക്കെ വാർത്ത കൊടുക്കുന്നത്. പിന്നെ മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജിൽ ഒരു കുഞ്ഞു വാർത്ത, പൈസ കൊടുത്ത് പരസ്യം കൊടുത്ത പോലെ. അല്ലെങ്കിലും അവരങ്ങനെ നാട്ടിൽ നടക്കണ ലോട്ടിലോടുക്ക് കാര്യങ്ങളൊന്നും വാർത്തയാക്കിയൊന്നുമില്ല. അവരെ മനസ്സിൽ തോന്നുന്നത് മാത്രമേ വാർത്തയാക്കൂ. ഉദാഹരണം, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഖുറാനിൽ സ്വർണം കടത്തി, ക്ലിഫ് ഹൗസിന്റെ കട്ടം മാറ്റാൻ 40 കോടി രൂപ മുഖ്യമന്ത്രി ചെലവാക്കി. എല്ലാവരും കൂടി ഇങ്ങനെ ക്രൂശിക്കാതെ കിഡ്നിക്ക് വയ്യാത്ത മനുഷ്യനൊന്ന് വെറുതെ വിടുമോ?